السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, പവിത്രതകളേറെ നിറഞ്ഞ ദുൽഹിജ്ജ മാസത്തിൻ്റെ 6ാമത്തെ രാവിലാണ് ഞാനും നിങ്ങളുമുള്ളത്. നാളെ 6ാമത്തെ പകലാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളിൽ നിന്നും നമ്മൾ പറയുന്ന ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഇനി ഒരുപാട് സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്യാനിരിക്കുന്നു അല്ലേ. നമ്മുടെ ഹാജിമാർ ഹജ്ജിൻ്റെ കർമ്മത്തിലേക്ക് കടക്കുകയാണ്. അതുപോലെ തന്നെ ഉദ്ഹിയ്യത്തിൻ്റെ കർമ്മത്തിലേക്കൊക്കെ നമ്മൾ കടക്കാനിരിക്കുന്നു. അള്ളാഹു തആല നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും റാഹത്തിലും സന്തോഷത്തിലുമാക്കി തരട്ടെ. എല്ലാം അള്ളാഹു തആല കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടാൻ, അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ കിട്ടാൻ, നമ്മുടെ മക്കൾക്കും നമുക്കുമൊക്കെ ഉന്നതമായ എല്ലാവിധ ദറജകളും കിട്ടാൻ വേണ്ടിയുള്ള ചില ദിക്റുകളും സ്വലാത്തുകളും തസ്ബീഹുകളും നമ്മുടെ ആഖിറം വിജയിക്കാൻ അല്ലെ, മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മരിക്കണം, അതൊക്കെയാണ് നമ്മുടെ ആഗ്രഹം. അതിനൊക്കെ വേണ്ടിയുള്ള ദിക്റുകളും സ്വലാത്തുകളുമാണ് നമ്മൾ ചൊല്ലുന്നത്. അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസിനെ സ്വീകരിക്കട്ടെ. ആരൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആരക്കും. അല്ലാഹു തആല നമ്മളെല്ലാവരെയും കബൂലാക്കട്ടെ. നമ്മുടെ ദുആയിനെ, നമ്മുടെ മജ്‌ലിസിനെ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്ക് നേരെ ദിക്റിലേക്ക് കടക്കാം. വിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് ദുആകളുണ്ട് അല്ലേ. ഖുർആനിൽ ഒരുപാട് ദുആകളുണ്ട്. നമുക്ക് ഖുർആനിൽ വളരെ പ്രാധാന്യത്തോടെ അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തന്നൊരു ദുആയുണ്ട്. ഏതാണ് ആ ദുആ എന്നറിയോ? ദുനിയാവും ആഖിറവും അതുപോലെ നമ്മുടെ ഖബറും മഹ്ശറും എല്ലാം വിജയിച്ച് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം കിട്ടാൻ ഒരൊറ്റ ദുആയിൽ എല്ലാം പറയുന്നൊരു ദുആ, എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ദുആ. പറഞ്ഞോ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.
റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഓർമ്മകൾ തിങ്ങി നിറയുന്ന ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇബ്രാഹിം നബിയുടെ ഒരു ദുആ വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവേ, ഞങ്ങൾ ചെയ്തിട്ടുള്ള ഈ അമലുകൾ, അതായത് വിശുദ്ധമായ കഅബയുടെ പണി പൂർത്തീകരണം ഒക്കെ നീ സ്വീകരിക്കണേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ദുആയാണ്. നമ്മളത് ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ അമലുകളും അള്ളാഹുവേ നീ സ്വീകരിക്കണേ എന്ന് മനസ്സിൽ കരുതിയിട്ട് ഈ ദുആ പറഞ്ഞാൽ എല്ലാവിധ ഖൈറും കിട്ടും. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ദുആ പറയാം. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. നമ്മുടെ മക്കളൊക്കെ അൽഹംദുലില്ലാഹ് പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മുടെ ഈ മഴയുമായി ബന്ധപ്പെട്ട് പല രൂപത്തിലാണ് പല സ്കൂളുകളിലുമൊക്കെ അധ്യയന വർഷം തുടങ്ങുന്നത്, പല രൂപത്തിലുമാണ്. അല്ലാഹു തആല നമ്മുടെ മക്കൾക്കൊക്കെ നല്ല പഠനം, നല്ല ഉന്നതമായ വിജയങ്ങൾ എല്ലാ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു തആല അവർക്കും നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ എല്ലാവിധത്തിലുള്ള ഖൈറുകളും അവർക്കുണ്ടാവണം.
ഇപ്പോൾ ഈ സ്കൂളുകളിലേക്ക് പോകുന്ന വഴിക്ക് ഒരുപാട് അപകടങ്ങളും അബദ്ധങ്ങളും ഒക്കെ ഉണ്ട് അല്ലേ? ലഹരി മാഫിയകൾ നമ്മുടെ മക്കളെ പിടിക്കാൻ കാത്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഒരുപാട് രോഗങ്ങൾ പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട്. അല്ലാഹു തആല എല്ലാ അപകടങ്ങളെ തൊട്ടും എല്ലാ ഷർബല മുസീബത്തുകളെ തൊട്ടും നമ്മയും നമ്മുടെ മക്കളെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ നമ്മുടെ മക്കൾക്ക് എല്ലാവിധ കാവലുണ്ടാവാൻ മാതാപിതാക്കളായ നമ്മൾ പ്രത്യേകമായി അവർക്ക് വേണ്ടി ദുആരക്കണം. പ്രത്യേകിച്ച് ഇൻഷാ അല്ലാഹ് ഇനി പറയുന്ന ദിക്ർ നമ്മുടെ മക്കളുടെ ഭാവി എല്ലാവിധ ഖൈറിലാവാൻ വേണ്ടി, എല്ലാവിധ അപകടങ്ങളെ തൊട്ട് അവർക്കും നമുക്കും കാവൽ കിട്ടാൻ വേണ്ടിയുള്ള മഹത്തുക്കൾ പഠിപ്പിച്ച ഒരു ദിക്റാണ് ഇൻഷാ അല്ലാഹ്, ഒരു ദുആയുമാണത്. അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. എല്ലാവരും നല്ല ആത്മാർത്ഥതയോടുകൂടി ഇൻഷാ അല്ലാഹ് അത് ഏറ്റുപറയുക. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഹാജിമാര് തവാഫ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് ദിക്റുകൾ അവർ പറയാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ദിക്ർ നമുക്ക് ഇൻഷാ അല്ലാഹ് പറയാം. അതായത് ഈ ഓരോ തവാഫിൻ്റെ ഇടയിലും വ്യത്യസ്തമായ ദിക്റുകളും അതുപോലെ തന്നെ തസ്ബീഹുകളൊക്കെ പറയൽ. ഒരു ഇന്നാലിൻ്റെ ദിക്ർ തന്നെ പറയണം അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഏത് ദിക്ർ വേണമെങ്കിലും പറയാം. അതിൽ പ്രധാനപ്പെട്ട ഒരു ദിക്ർ മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നത് ഇതാണ്. ഇത് പറഞ്ഞാൽ കടലിൻ്റെ നുരയോളം തെറ്റുകൾ ചെയ്തവനാണെങ്കിലും അതൊക്കെ പൊറുക്കപ്പെടുമെന്നാണ്. ഇൻഷാ അല്ലാഹ് പറഞ്ഞോ. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك
വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ, ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ചൊല്ലിയ ദിക്ർ, സ്വലാത്ത്, തസ്ബീഹ് എല്ലാം അല്ലാഹു തആല അർഹമായ പ്രതിഫലം നമുക്ക് തന്ന് നമ്മളെ സന്തോഷിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ ആദ്യത്തെ 10 രാവുകളിൽ പ്രത്യേകമായി ഓതൽ നല്ലതാണ്, ഒരുപാട് പ്രതിഫലങ്ങൾ കിട്ടുമെന്ന് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്ന സൂറത്തുൽ ഫജ്ർ. ആ സൂറത്തുൽ ഫജ്ർ ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു വട്ടം എല്ലാവർക്കും ഒന്നിച്ച് ഓതാം. ഇൻഷാ അല്ലാഹ് ഇനി നിസ്കാരമില്ലാത്ത ഉമ്മമാരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ തന്നെ മതി. ഇൻഷാ അല്ലാഹ് അതിൻ്റെ കൂടി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ആ സൂറത്തുൽ ഫജ്ർ ഇൻഷാ അല്ലാഹ് ഒന്നിച്ച് മൊത്തത്തിലൊന്ന് വേഗത്തിൽ ഓതാം. അല്ലാഹു തആല ഈ സൂറത്തുൽ ഫജ്ർ ഓതുമ്പോൾ കിട്ടുന്ന പ്രതിഫലം എന്താണോ അതും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഓദിക്കോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والفجر وليال عشر والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك صوت عذاب إن ربك لبالمرصاد فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما كلا إذا دكت الأرض دكا دكا وجاء
ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي സദഖല്ലാഹുൽ അലീം. അൽഹംദുലില്ലാ, നമ്മൾ സൂറത്തുൽ ഫജ്ർ ഓതിയിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ നമുക്കിനി നേരെ ദുആയിലേക്ക് കിടക്കാം. ദുആയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് സൂറത്തുൽ ഇഖ്ലാസ്, അതുപോലെ സൂറത്തുൽ ഫലക്ക്, സൂറത്തുൽ നാസ്, സൂറത്തുൽ ഫാത്തിഹ അതൊക്കെ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് നേരെ ദുആയിലേക്ക് കിടക്കാം. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. رب ارحمهما كما ربياني صغيرا. അർഹമുർ റഹീമീനായ കരുണയുള്ള റബ്ബേ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആഇനെ ഞങ്ങളുടെ ദിക്ർ ഔറാദുകളെ നീ ഖബൂലാക്കണേ റഹ്മാനെ. അർഹമായ പ്രതിഫലം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഞങ്ങളുടെ ഈ മജ്ലിസ് നീ സ്വർഗ്ഗത്തിലേക്കുള്ള ഒരു മജ്ലിസായി ഖബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്, അബദ്ധങ്ങൾ ചെയ്തവരാണ്. എല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഉസ്താദുമാര്, ഭാര്യ, സന്താനങ്ങൾ, കൂട്ടുകാര്, നാട്ടുകാര് എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, ഭർത്താക്കന്മാർ എല്ലാവർക്കും നീ ഖൈറ് ബറകാത്തുകൾ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ സദസ്സിലുള്ള ഉമ്മമാരെ സ്വീകരിക്കണേ അല്ലാ. യാമീൻ പറയുന്ന വാപ്പമാരെ, സഹോദരന്മാരെ കബൂലാക്കണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ മജ്ലിസ് മുടങ്ങാതെ കാണുന്ന ഒരുപാട് സഹോദരിമാരും സഹോദരങ്ങളും ഉണ്ട്. അർഹമായ പ്രതിഫലം അവർക്കെല്ലാവർക്കും ഞങ്ങൾക്കെല്ലാവർക്കും നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുള്ള പരിശുദ്ധ
പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ ചൊല്ലേണ്ട പറയേണ്ട ഒരുപാട് ദിക്റൗറാദുകളുണ്ട്. എല്ലാം നീ കബൂലാക്കി ഞങ്ങൾക്ക് സ്വർഗത്തിൽ വലിയ സ്ഥാനങ്ങൾ നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളോട് ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, പ്രത്യേകിച്ച് ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് പറയുന്നു അവരുടെ എല്ലാവരുടെയും ഹലാലായ മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. രോഗങ്ങൾക്ക് ശിഫാ കൊടുക്കണേ അല്ലാ. മാരകമായ അസുഖങ്ങൾ തന്ന് ഞങ്ങൾ നീ പരീക്ഷിക്കല്ലേ അല്ലാ. ഉള്ളത് മുഴുവൻ വിറ്റ് തുലച്ചാലും മാറാത്ത മാരകമായ അസുഖങ്ങൾ തന്ന് ഞങ്ങൾ നീ അല്ലാഹുവേ ഞങ്ങളുടെ ഈമാനിന് നീ പരീക്ഷിക്കല്ലേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ആർക്കെല്ലാം എന്തെല്ലാം അസുഖങ്ങളുണ്ടോ, രോഗങ്ങളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ എല്ലാം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. കടങ്ങളുള്ളവരുടെ കടങ്ങൾ മാറ്റണേ അല്ലാ. വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്നവർക്ക് ഹൈറായ ഇണകളെ കൊടുക്കണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവർ അല്ലാഹുവേ ഹൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് പേരുടെ വീട് പണി നടക്കുന്നു, എളുപ്പത്തിലാക്കണേ അല്ലാ. ഈ വിനീതന്റെ ഉൾപ്പെടെയുള്ള വീട് പണികൾ നീ അല്ലാഹുവേ എല്ലാം വേഗത്തിലും റാഹത്തിലും ആക്കണേ അല്ലാ. പടച്ച റബ്ബേ, വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് ഹൈറായ വീട് കൊടുക്കണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ഹൈറായ ജോലി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് ആളുകൾ വലിയ പ്രശ്നത്തിലാണ്, സങ്കടത്തിലാണ്. എല്ലാവരുടെയും പ്രയാസ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയാം. എല്ലാം നീ മാറ്റി സലാമത്ത് അവർക്കും ഞങ്ങൾക്കും നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കൾ അല്ലാഹുവേ പുതിയ അധ്യയന വർഷം സ്കൂളുകളിലേക്ക് പോകുകയാണ് റബ്ബേ. ഉന്നതമായ പഠനം അവർക്ക് നീ കൊടുക്കണേ അല്ലാ. നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും കൊടുക്കണേ അല്ലാ. നല്ല മക്കളാക്കി തരണേ അല്ലാ. അവരുടെ ഭാവി കണ്ട് സന്തോഷിക്കുന്ന നല്ല മാതാപിതാക്കളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും ഈമാനും ഇഖ്ലാസും തഖ്വയും തരണേ അല്ലാ. അല്ലാഹുവേ, മരണം വരെ നിസ്കാരം നിലനിർത്തുന്നവരിൽ പെടുത്തണേ അല്ലാ. ഖളാ ആക്കാതെ നിസ്കരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ച റബ്ബേ, ഞങ്ങൾക്കെല്ലാവർക്കും നീ ഖൈർ ബറകാത്തുകൾ നൽകണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ അനുഗ്രഹങ്ങൾ തടയുന്ന അവസ്ഥ നീ വരുത്തല്ലേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾ എല്ലാം വലിയ ഭയത്തിലാണ്. ഒരുപാട് ഞങ്ങളുടെ സഹോദരന്മാര് പ്രയാസത്തിലാണ്, സങ്കടത്തിലാണ്. മഴ മൂലമുള്ള ഒരുപാട് പ്രതിസന്ധിയിലാണ്. നീ കാക്കണേ അല്ലാ. ഞങ്ങൾക്ക് നൽകുന്ന ഈ മഴ നീ ഖൈറിന്റെ ബറക്കത്തിന്റെ റഹ്മത്തിന്റെ മഴയാക്കണേ അല്ലാ. ഷർറിന്റെ അദാബിന്റെ മഴയെ തൊട്ട് കാക്കണേ അല്ലാ. വെള്ളപ്പൊക്കം വന്ന് ഞങ്ങളുടെ സാധനങ്ങൾ, ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ സമ്പത്ത്, ഞങ്ങളുടെ കുടുംബം അല്ലാഹുവേ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ നീ വരുത്തല്ലേ അല്ലാ. പ്രളയങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഉരുൾപൊട്ടലുകളെ തൊട്ട് കാക്കണേ അല്ലാ. പ്രകൃതി ദുരന്തങ്ങൾ വരുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് നൽകുന്ന ഈ മഴ ഖൈറിന്റെ മഴയാക്കണേ അല്ലാ. മഴ മൂലം ഒരുപാട് ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, സഹോദരിമാര്, സഹോദരങ്ങള്. എല്ലാവരുടെയും വിഷമങ്ങൾ നീ കാണുന്നവനാണ്. ആ വിഷമങ്ങൾക്ക് നീ പരിഹാരം കാണണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, നിന്റെ റഹ്മത്താകുന്ന മഴ തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. അത് അദാബിന്റെ മഴയാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഒരുപാട് പേര് വലിയ പ്രയാസത്തിൽ കഴിയുന്നു. അവർക്കെല്ലാവർക്കും നീ സമാധാനം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളൊക്കെ സ്കൂളുകളിലേക്ക് പോകുന്ന കാലമാണ് അല്ലാഹുവേ, ദിവസങ്ങളാണ്. എല്ലാ മഴ മൂലമുള്ള എല്ലാ ദുരിതങ്ങളെ തൊട്ട് അവരെയും ഞങ്ങളെയും കാക്കണേ അല്ലാ. എല്ലാവിധത്തുള്ള ആപത്ത് മുസീബത്തുകളെ തൊട്ടുള്ള കാവൽ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, മഴയില്ലാത്ത നാടുകളുണ്ട്. ഖൈറായ മഴ അവർക്ക് കൊടുക്കണേ അല്ലാ. പ്രത്യേകിച്ച് ഹാജിമാർ, അവരൊക്കെ വലിയ ചൂടിലാണ്, വലിയ പ്രയാസത്തിലാണ് കഴിയുന്നത്. അവർക്കൊക്കെ നല്ല റഹ്മത്തിന്റെ മഴ നീ കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് നൽകുന്ന ഈ മഴ അല്ലാഹുവേ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാ. പ്രകൃതി ദുരന്തങ്ങൾ എന്തെല്ലാം ഉണ്ടോ എല്ലാത്തിനെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഞങ്ങളുടെ നാട്ടുകാർ, ഞങ്ങളുടെ വീട്ടുകാർ അല്ലാഹുവേ ഞങ്ങളെ എല്ലാവരെയും നീ കാത്ത് രക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവൻ, ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ അല്ലാ റബ്ബേ ഒരുപാട് ദുആ വസിയത്ത് പറയുന്നവരുണ്ട്. ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും പറഞ്ഞ് ദുആരക്കാൻ പറഞ്ഞവരുണ്ട്. ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് പറയുന്നു. എല്ലാവരുടെയും മനസ്സ് നീ അറിയുന്നവനാണ്, അവസ്ഥ നീ അറിയുന്നവനാണ്. എല്ലാവർക്കും അർഹമായ യോജ്യമായ എല്ലാ തരത്തിലുള്ള ഖൈർ ബറകാത്തുകൾ നീ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് ഭൂരിഭാഗം ആളുകളും പറയുന്നൊരു
പ്രയാസമാണ്, കടമാണ് ഉസ്താദേ, കടങ്ങൾ മാറാൻ ദുആരക്കണേ ഉസ്താദേ. അല്ലാഹുവേ പടച്ചവനെ, കടക്കാരായി ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. കടങ്ങളുള്ള, 1 രൂപയെങ്കിലും കടമുള്ള ആരെല്ലാം ഉണ്ടോ അവരുടെ കടങ്ങൾ വീട്ടാനുള്ള എളുപ്പ വഴി, അതിന്റെ മാർഗം ഞങ്ങൾക്ക് തുറന്നു തരണേ അല്ലാ. കടങ്ങൾ മാറ്റിത്തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾ കൊടുത്ത പൈസ തിരിച്ചു കിട്ടാതെ വിഷമിക്കുന്ന പലരുമുണ്ട്. ആ തിരിച്ചു പൈസ അല്ലാഹുവേ ഖൈറായി ഞങ്ങൾക്ക് തരണേ അല്ലാ. അങ്ങോട്ട് പൈസ കൊടുക്കാനുള്ളവരുണ്ട്, ഖൈറായ നല്ല പൈസ ഞങ്ങൾക്ക് തന്ന് റഹ്മാനെ ആ കടങ്ങളെല്ലാം വീട്ടി സന്തോഷത്തോടെ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. പടച്ചവനെ, ഈദുൽ ഹിജ്ജ മാസത്തെ ബഹുമാനിക്കുന്ന ആദരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്കും ഹജ്ജ് ചെയ്യാനുള്ള തൗഫീക്ക് തരണേ അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഹജ്ജിനായി പോയിട്ടുള്ള ഹാജിമാർ, ഹജ്ജുമ്മമാര്, അവരുടെ ഹജ്ജും ഉംറയും സിയാറത്തും മഖബൂലും മബ്റൂറുമായി നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഈ വർഷത്തെ മുഴുവൻ ഹാജിമാരുടെ ഹജ്ജും നീ ഖബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി കലിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് ഉമ്മമാര് ഉപ്പമാര് വലിയ സങ്കടം പറഞ്ഞിട്ടുണ്ട്, വലിയ പ്രശ്നങ്ങളാണ്. അല്ലാഹു എല്ലാവരുടെയും പ്രയാസ പ്രശ്നങ്ങൾ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, ഞങ്ങൾ ചൊല്ലിയ ദിക്റൗറാദുകളുടെ ബറക്കത്ത് കൊണ്ട് നീ മാറ്റിത്തരണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാ. അല്ലാഹു തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ, ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെയും നമ്മുടെ മജ്ലിസ് ഉണ്ടാകും, കഴിയുന്നവർ പങ്കെടുക്കുക. അല്ലാഹു തആല ഖബൂലാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്നത്തെ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു വീഡിയോ ഇറക്കിയിരുന്നു. അൽഹംദുലില്ലാ, 1,00,000-ലധികം ആളുകളാണ് ആ വീഡിയോ കാണുകയും അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തത്. 38ഓളം മിനിറ്റ് നമ്മൾ ദീർഘമുള്ള ഒരു വീഡിയോയാണ്. അതായത് ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും പരമാവധി ഇതിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ആ വീഡിയോകൾക്ക് താഴെ നിരവധി കമൻറ്റുകൾ, നിരവധി സംശയങ്ങൾ പലരും ചോദിച്ചിരുന്നു. അതിൽപ്പെട്ട ഒന്നാണ്, ഉസ്താദെ, ഈ ഉദ്ഹിയ്യത്ത് അറുക്കാൻ കരുതിയ ആളുകൾ താടി മുടിയൊന്നും വെട്ടാൻ പാടില്ല, നഖം വെട്ടാൻ പാടില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ട്രിമ്മർ വെച്ച് ട്രിം ചെയ്യാമോ? ഒരാൾ ചോദിച്ചൊരു സംശയമാണ്. അതുപോലെ തന്നെ, ഉസ്താദെ, ഞങ്ങൾ ആടിനെയാണ് അറുക്കുന്നത്, ഞങ്ങൾ വാങ്ങിയ ആടിൻ്റെ ചെവി ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്, അതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പിന്നെ മറ്റൊരു സഹോദരി ചോദിച്ചത്, ഞങ്ങൾ ഉദ്ഹിയ്യത്ത് അറുക്കുന്ന മൃഗത്തിന് ജന്മനാ കൊമ്പില്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മറ്റൊരാൾ ചോദിച്ചത്, ഉസ്താദെ, ഞാനും എൻ്റെ സഹോദരനും കൂടി ഒന്നിച്ചാണ് ഒരു ഷെയർ ചേർന്നത്, അതായത് ഞാൻ 5,000 രൂപ, എൻ്റെ സഹോദരൻ 5,000 രൂപ, ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു 10,000 രൂപ കൊടുത്ത് ഒരു ഷെയർ ചേരുന്നുണ്ട്, അങ്ങനെ ഞങ്ങൾ രണ്ടുപേർക്കും കൂടി ഒരു ഷെയർ ചേരാമോ? ഇതൊരു സംശയമാണ്. അതുപോലെ തന്നെ, ഉസ്താദെ, ഞാൻ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരുപാട് വർഷമായി ഉദ്ഹിയ്യത്ത് അറുത്തുകൊണ്ടിരിക്കുന്നു, പക്ഷേ ആ സമയത്തൊക്കെ നീയത്ത് വെക്കാൻ മറന്നുപോയി, നീയത്ത് അങ്ങനെ വെച്ചിട്ടില്ല. അപ്പോൾ ആ ഉദ്ഹിയ്യത്തിൻ്റെ ഒക്കെ പ്രതിഫലം എനിക്ക് കിട്ടുമോ? അതോ ഞാൻ ഇനി ഒന്നുകൂടി മടക്കി അതൊക്കെ ചെയ്യണോ? ഈ ഉദ്ഹിയ്യത്തിൻ്റെ കൂട്ടത്തിൽ മക്കളുടെ അക്കീക്കയും കൂടി ഷെയർ ചേർന്ന് അറുക്കാമോ? ഇങ്ങനെ ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട നിരവധി സംശയങ്ങൾ. ആ സംശയങ്ങൾക്കെല്ലാമുള്ള ഒരു മറുപടി ഇൻഷാ അല്ലാഹ് നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതുമാത്രമല്ല, ഉദ്ഹിയ്യത്തിൻ്റെ സംശയങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളുകളൊക്കെ തുറക്കുന്ന സമയമാണ് അല്ലേ? നമ്മുടെ മക്കളൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോൾ എല്ലാവിധത്തുള്ള ആപത്തുകളിൽ നിന്നുള്ള രക്ഷ കിട്ടാനും മക്കൾക്കൊക്കെ നല്ല ഉന്നതമായ പഠനം കിട്ടാനും നല്ല മക്കളായി മാറാനും ഒരു കുഞ്ഞൻ സ്വലാത്ത് കൂടി ആ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകണ്ട. എന്നാൽ ഇപ്പോൾ കാണാൻ സമയമില്ലാത്തവർക്ക് ഈ വീഡിയോ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ വീഡിയോ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലോ മറ്റോ ഷെയർ ചെയ്ത് വെച്ച് പിന്നീട് സമയമുള്ളപ്പോഴും കാണാവുന്നതാണ്. മറക്കാതെ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ, വീഡിയോ കാണൂ.